നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ എല്ലാ രീതിയിലും ആ സ്രോതസ്സുകളെ ആശ്രയിച്ച് തന്നെയാണ് നമ്മുടെ സർക്കാർ. റവന്യൂ സോഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ സർക്കാർ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ GST ചുമത്തി പല സംസ്ഥാനങ്ങളിൽ നിന്നും കൃത്യമായി GST വാങ്ങി തന്നെയാണ് അത് വിഹിതം കൊടുക്കുന്ന. ഓരോ സംസ്ഥാനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ വിവിധ ഇനം കർമ്മ പദ്ധതികൾ, അത്തരത്തിലുള്ള യോജനകൾ കൊടുക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ GST അതിനാനുപാതികമായിട്ടുള്ള തുക, നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. GST ആനുപാതിക കണക്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ, അതായത് നിലവിൽ BJP ഇതര മുഖ്യമന്ത്രിമാർ ഏതൊക്കെ സംസ്ഥാനത്തുണ്ട് അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്റ്റാലിൻ മുൻകൈ എടുത്തിരുന്നു. ഇപ്പോഴിതാ അതിൻ്റെ ബാറ്റൺ അറിഞ്ഞോ അറിയാതെയോ വിജയിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. വിജയ് ഒരു പക്ഷേ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക എക്സ്ഫാക്ടറായി മാറും എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. അത്രയധികം പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. തമിഴക വെട്രിക്കഴകം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എന്നത് മാത്രം കൊണ്ടല്ല, ഇനി തമിഴ്നാട്ടിലെ ജനത വിജയ് പറയുന്നത് ഒരു നൂറ്റാണ്ടിലേറെ കാലം കൃത്യമായി ശ്രവിക്കും. അതിനുള്ള പക്വത വിജയ് ആർജിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഈ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു പഞ്ച് ഡയലോഗ്, ഒരു വട്ടി മുടിവ് പന്നിട്ടനായ പേച്ചനാനെ കേക്കമാട്ടെ എന്നൊക്കെ പറയുന്ന സ്ഥിരം പഞ്ച് ഡയലോഗുകളുണ്ട്. ആ ഡയലോഗുകളൊക്കെ തമിഴക ജനത ഏറ്റുപറയുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് കോൺഗ്രസ് പോലും കരുതിയിരുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ ആ കോൺഗ്രസ് വിജയിയുടെ മന്ത്രിസഭയിൽ 2 മന്ത്രിമാരുമായിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തമിഴക വെട്രിക്കഴകം കൃത്യമായിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ആനുപാതികമായി ഇന്ത്യയിലെ ലോക്സഭാ സീറ്റിന് ആനുപാതികമായിട്ടുള്ള രീതിയിലുള്ള വിഭജനം അത് ഇതേപടി തന്നെ തുടർന്നില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഗാംഭീര്യം ഒരുപക്ഷെ തമിഴകം ഭരിക്കുന്ന ജോസഫ് വിജയ്ക്കുണ്ട് എങ്കിൽ നമുക്ക് സംശയമന്യേ പറയാം, ഒരു സംശയവും വേണ്ട, വിജയ് 2029 എക്സ്ഫാക്ടറായി മാറാൻ പോവുകയാണ്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് വിജയിയെ മുറുകെ പിടിച്ചിരിക്കുന്നത്.